ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആരാധനാ വത്സരത്തിലെ മംഗളവാർത്താ കാലത്തിൻ്റെ 2ാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഈ വാരത്തിൽ സഭ നമുക്ക് ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വാരത്തിൽ മാതാവിന് കൊടുക്കുന്ന, മറിയത്തിന് കൊടുക്കുന്ന മംഗളവാർത്തയാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. മംഗളവാർത്ത നമുക്കറിയാം. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് വരാനിരിക്കുന്ന രക്ഷകൻ നിന്നിൽ ജനിക്കാൻ പോകുന്നു എന്നുള്ള ആനന്ദകരമായ മംഗളവാർത്തയാണല്ലോ നമ്മൾ മംഗളവാർത്ത എന്ന് പറഞ്ഞ് ആചരിക്കുന്നത്. ഈ മംഗളവാർത്തയെക്കുറിച്ച് പരാമർശിക്കുന്ന ഈ വചനഭാഗത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ ധ്യാനാത്മകമാക്കാം എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഈ 2 വാക്യങ്ങളാണ് 26 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗത്തിൻ്റെ പാരമ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് പറഞ്ഞ ദൂതൻ പറഞ്ഞ വാക്യങ്ങളും അതിനോട് മറിയം പ്രത്യുത്തരിക്കുന്നതുമൊക്കെ അതൊരു കഥ പോലെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ 37-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. 38-ാം വാക്യത്തിൽ പറയുന്നു, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവരുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. ഈ 2 വാക്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ എന്ന പോലെ നമ്മുടെ ജീവിതത്തിലും. മറിയം അതിനു മുമ്പ് ദൂതൻ പറഞ്ഞ വാക്കുകളൊക്കെ സമ്മതിച്ചു എന്നുള്ളതിൻ്റെ ഒരു പൂർത്തീകരണമാണിത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഈ വചനം എന്നും മാറ്റൊല്ലിക്കൊള്ളേണ്ടതാണ്. നമുക്കൊക്കെ അസാധ്യമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കരബലം കൊണ്ടോ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ ഒക്കെ ഒരുപാട് കാര്യങ്ങളും ചെയ്യാം എന്ന് നമ്മൾ വ്യാമോഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ടുമൊക്കെ പലതും നേടിയെടുക്കാൻ കഴിയും എന്ന് കരുതുന്നവരുമാണ് നമ്മൾ. എന്നാൽ ശാസ്ത്രത്തിനും മനുഷ്യൻ്റെ കരബലത്തിനും അപ്പുറത്തേക്ക് അതിനൊന്നും കഴിയാത്തതിനൊക്കെ ദൈവത്തിന് സാധ്യമാണ് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആധുനിക ലോകത്തിൽ മനുഷ്യന് എല്ലാം നേടിയെടുക്കാം എന്ന ഒരു അഹങ്കാരത്തിൻ്റെ ചിന്ത മനുഷ്യനിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ശക്തിയിലും കരബലത്തിലും മനുഷ്യൻ അല്പം പോലും അല്ലെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ആശ്രയിക്കാതെ പോകുന്നു എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ഒരു വലിയ പരാജയമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കരബലത്താലും നമ്മുടെ ശക്തിയാലും സാധിക്കാത്തതിനൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം സാധ്യമാകും എന്നാണ്. ഇവിടെ മറിയത്തിൻ്റെ സംഭവത്തിൽ അതുതന്നെയാണ്. ഒരു പുരുഷനറിയാതെ ഒരു സ്ത്രീ എങ്ങനെ ഗർഭവതിയാകും? പക്ഷേ അത് മനുഷ്യൻ്റെ ചിന്തയാണ്, മാനുഷികമായ കഴിവുകളാണ്, മാനുഷികമായ പ്രവർത്തനങ്ങളാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് പുരുഷൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു സ്ത്രീക്ക് ഗർഭധാരണശേഷി സാധിക്കുമെന്നത് ദൈവികമായ ഇടപെടലാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തിയും മനുഷ്യൻ്റെ ശക്തിയും തമ്മിലുള്ള അന്തരം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. നമ്മുടെ
കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലോ. എന്നാൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളൊരു ബോധ്യം, ആ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ കുടികൊള്ളുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കരബലത്തിന് അപ്പുറത്ത് ദൈവം പ്രവർത്തിക്കും എന്നത് തർക്കമറ്റ കാര്യമാണ്. ഞാനിത് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങളിൽ കൂടിയാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എല്ലാം ദൈവം സാധ്യമാക്കി തരും. ദൈവത്തിൽ പരിപൂർണമായി അടിയറവ് പറയുക എന്ന് പറയുന്നതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ വളരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയിൽ ദൈവം എന്നും കൂടെയുണ്ട്. അവൻ്റെ ഏത് പ്രവർത്തനങ്ങളിലും ദൈവം കൂടെയുണ്ട്. ആ ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്തിനു ഭയപ്പെടണം? വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിന് സമർപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നോക്കുക, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ഭയപ്പെടണം? സ്നേഹമുള്ളവരെ, ആകുലതകൾക്കൊക്കെ അടിസ്ഥാനമില്ല എന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. ദൈവത്തിനെല്ലാം സാധ്യമാണ്, അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പോഴാണ് ദൂതൻ ഈ വാക്ക് പറഞ്ഞപ്പോഴാണ് മറിയം തൻ്റെ ആ ഒരു കീഴടങ്ങൽ അവിടെ നടത്തുന്നത്. ദൈവത്തിന് വിധേയപ്പെടുകയാണ് മറിയം. ദൈവത്തെ പരിപൂർണമായി അനുസരിക്കുകയാണ്. അവിടെയാണ് ദൈവം തൻ്റെ പ്രവൃത്തി മനുഷ്യനിൽ പരിപൂർണമായിട്ടും ആക്കി തീർക്കുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ മറിയത്തിന് ഒരു വലിയ ശക്തിയായി മാറുന്നത്. ഉടനെ ദൂതൻ വിട്ടുപോയി എന്നാണ് തിരുവചനം പറയുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്നും എപ്പോഴും പ്രായോഗികമാക്കേണ്ട ഒരു തിരുവചന ഭാഗമാണിത്. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, ദൈവത്തിൽ പരിപൂർണമായ സമർപ്പണം നടത്തി, ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അവിടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ശക്തിയും ഓജസ്സും തേജസ്സും ഒക്കെ നൽകുന്നത്. തകർന്നു പോയി എന്ന് തോന്നുന്ന സാഹചര്യം പോലും ആ ദൈവത്തിൻ്റെ ശക്തി, ആ കര സ്പർശം, ആ താങ്ങൽ നമ്മുടെ കൂടെയുണ്ട്. അവിടെ ദൈവം നമ്മളെ എപ്പോഴും താങ്ങി നിർത്തും, താങ്ങി നടത്തും, വഴി നയിക്കും, നേർവഴിക്ക് നയിക്കും. സ്നേഹമുള്ളവരെ, ആ ഒരു കരസ്പർശത്തിന് വേണ്ടി, ആ ഒരു തലോടലിന് വേണ്ടി, ആ ഒരു സ്നേഹ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ മംഗളവാർത്താ കാലത്തിൽ മറിയത്തിന് കർത്താവ് നൽകിയതുപോലെ, അസാധ്യമായ മേഖലയെ സാധ്യമാക്കി തന്നതുപോലെ, കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും അസാധ്യമാക്കിയതിനെയൊക്കെ കർത്താവിന് വിട്ടുകൊടുത്ത് സാധ്യമാക്കിയെടുക്കുവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.